ഇന്ത്യ എന്ന് പറഞ്ഞ് ഇവർ എഴുതി വെച്ചിരുന്ന പറഞ്ഞാൽ മഹാഭാരതം രാമായണമൊക്കെ വെച്ചിട്ടാണെങ്കിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമാണ് ഇന്ത്യ, അല്ലാതെ ഈ തെക്കേ വടക്കേ ഇന്ത്യ അല്ല. പഴയ സാമ്രാജ്യങ്ങൾ മുഴുവൻ അശോകനായാലും അക്ബർ ആയാലും ഇവരുടെ എല്ലാം ഈ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ബംഗാൾ തൊട്ട് അഫ്ഗാനിസ്ഥാൻ വരെ കിടക്കുന്ന സ്ഥലമാണ്. അതാണ് ഇന്ത്യ. ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാലത്ത് ഇന്ത്യയിലോട്ടില്ല, ഇവന്മാരുടെ സാമ്രാജ്യത്തിൽ ഇല്ല. വടക്കേ ഇന്ത്യൻ രാജാക്കന്മാരുടെ സാമ്രാജ്യങ്ങളിൽ നമ്മളില്ല, നമ്മൾ ഇന്ത്യക്ക് പുറത്തായിരുന്നു. അവന്മാരുടെ രാജ്യമാണ് പറയുന്നതെങ്കിൽ രാമായണവും മഹാഭാരതവും കഥയും അതിനോട് ബന്ധപ്പെട്ട് ഹർഷം ഭരിച്ചു എന്ന് പറഞ്ഞാൽ, അശോകം ഭരിച്ചു എന്ന് പറഞ്ഞാൽ, ഒക്കെ പറഞ്ഞാലും എല്ലാം ഈ വടക്കേ ഇന്ത്യയിലെ ഈ ഡെക്കാൻ പ്ലേറ്റോടെ അപ്പുറത്തുള്ള കഥയേ ഉള്ളൂ. പിന്നെ എങ്ങനെ നമ്മളല്ല ഇന്ത്യക്കാരാകുന്നത്? എപ്പോഴെങ്കിലും ഇയാൾ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നതിനകത്ത് കൃഷ്ണദേവരായയുടെ കഥയുണ്ട്. ഇന്ത്യ മാത്രമല്ല, ഈ എന്താണ് മദ്രാസിലുള്ള, ഞാൻ അന്ന് മദ്രാസ് എന്നാണ് പറയുന്നത്, തമിഴ്നാട്ടിലുള്ള ഭരിക്കുന്നവർ അവർ കൊറിയ ഭരിച്ചിട്ടുണ്ട്. അവർ കംബോഡിയയിലെ ക്ഷേത്രം ഉണ്ടാക്കി, അങ്കോർ വാട്ട് എന്ന് പറഞ്ഞാൽ ക്ഷേത്രം കിടക്കുന്നത്, മലേഷ്യ, ഇന്തോനേഷ്യ, ഈ സ്ഥലങ്ങളിൽ മുഴുവനും തമിഴ് ഭാഷയുണ്ടെന്ന് അറിയണം. ഈ തമിഴ് ഇത്രയും വലിയൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എവിടെ ഉള്ളത്? നമ്മളൊന്നും ഇല്ല ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. ഈ തെക്കേ ഇന്ത്യ എന്ന് നമ്മളിന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ പിടിച്ചപ്പോൾ ഉണ്ടായതാണ് നമ്മളിന്ന് കാണുന്ന ഇന്ത്യ. അല്ലാതെ ഇവർ പറയുന്ന ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന, പണ്ടേ തൊട്ട് ഈ പഠിപ്പിക്കുന്ന സാധനം മുഴുവനും അഫ്ഗാനിസ്ഥാനിൽ ഇരിക്കുന്നവർക്കൊക്കെയാണ്. അവിടെയാണ് കംബോജ ഉള്ളത്, ഗാന്ധാരം ഉള്ളത്, കണ്ടഹാറാണ് ഗാന്ധാരം. ഈ ഇരിക്കുന്ന അപ്പോൾ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രം എന്താണ്? ഈ മേലുകേട് നമ്മളിന്ന് കാണുന്ന ഇന്ത്യ ബ്രിട്ടീഷുകാരുണ്ടാക്കിയാണ് അറിയുന്നത്. അല്ലാതെ ഇവരുടെ ചരിത്രത്തിനകത്തുള്ള ഇന്ത്യ അല്ല. ഇവർ പറയുന്ന ഇന്ത്യ എന്ന് പറഞ്ഞാൽ മോഹൻജദാരോ ആരൊക്കെ പറയുവാണെന്നുള്ളത് എല്ലാം പാകിസ്ഥാനിലായില്ലേ. അപ്പൊ ഈ രാമന്റെ ജന്മസ്ഥലം, രാമന്റെ സ്ഥലം എന്നൊക്കെ പറയുന്നതൊക്കെ അവിടെ ആയി പോയില്ലേ. ഗാന്ധാരം കൈകേയിയുടെ സ്ഥലമൊക്കെ എന്ന് പറയുന്ന ആ ഏരിയ ആണ് അഫ്ഗാനിസ്ഥാൻ. ഇതുകൊണ്ടാണ് നമ്മൾ ഈ കുഴയുന്നത്. ആ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ എന്ന് നമ്മളിന്ന് വിളിക്കുന്നിടം തൊട്ട് ബംഗാൾ വരെയുള്ള ആ സമയം ഗംഗയുണ്ട്. പക്ഷേ ഈ സൗത്ത് ഇല്ല അതിൽ. അശോകൻ്റെ കഥ പറയുമ്പം അശോകൻ ഇവിടേക്ക് എൻവോയ്സ് അയച്ചിട്ടുണ്ട്, അത് ശ്രീലങ്കയിൽ അയച്ചിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നമുക്കും അയച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അയാൾ കീഴടക്കിയിട്ടില്ല ഇവിടം. അതായിരുന്നു ഏറ്റവും വലിയൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇനി മുഗളന്മാരുണ്ടാക്കിയ ആണല്ലോ രാജ്യം. ആ മുഗളന്മാരുണ്ടാക്കിയ അവർ ഹൈദരാബാദ് വരെ ഉള്ളു, അതിനിപ്പുറത്തോട്ട് ഇല്ല ആരും. അപ്പം നമ്മളൊക്കെ എന്നാ ഇന്ത്യക്കാരായത്? ബ്രിട്ടീഷുകാരുണ്ടാക്കി, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയ സമയത്തുണ്ടായ ഇന്ത്യയേ ഉള്ളൂ. അതുകൊണ്ട് അതാണ് പുതിയ ഇന്ത്യ. അതുകൊണ്ട് ഈ അതിരുകളെന്ന് പറയുന്നതൊന്നും തന്നെയും ബ്രിട്ടീഷുകാർ പോയതിന് ശേഷമുള്ള അതിരേ ഉള്ളൂ. ബ്രിട്ടീഷുകാരുടെ കയ്യേറി അവർ പിടിച്ചു വെച്ചിരുന്നത്. ബർമ്മ നമ്മുടെ കൂടെ ഇരുന്നാണ് ബ്രിട്ടീഷുകാർ, പിന്നെന്താണ് അത് എടുക്കാത്തത്? അതാണല്ലോ പിടിക്കേണ്ടത്. അങ്ങനെയാണ്. ഇപ്പൊ പല രാജ്യങ്ങളെ പറ്റി പുറത്തറിയുന്ന കഥകൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ചൈനയെ പറ്റി പലപ്പോഴും പുറത്ത് കേൾക്കുന്ന ഒരു കഥയുണ്ടല്ലോ. ഇപ്പോൾ ഒരു വീടിന് പച്ച പെയിന്റ് അടിക്കാൻ പറ്റില്ല, പിന്നെ ഒരു മുസ്ലിം പള്ളിയോ അല്ലെങ്കിൽ മുസ്ലിം എവിടുന്ന് ഇയാൾക്ക് ഈ കഥയൊക്കെ? ഇത് പുറമുള്ള പ്രചാരണങ്ങളാണ്. ഈയുടെ കഥ എവിടുന്ന് ഇയാൾക്ക് കിട്ടുന്നത്? ഈ യൂട്യൂബിലൊക്കെ തന്നെയും ചൈന അമേരിക്കക്കാർ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം. പക്ഷെ ഇതിൽ മലയാളത്തിൽ ഇത് പറയുന്ന ആളുകളുണ്ട്. മലയാളത്തിൽ കാശ് കൊടുത്താൽ കഥ പറയാൻ പറ്റുന്ന ആൾക്കാരെ എന്നും കിട്ടത്തില്ലേ? അമേരിക്കയിൽ നിന്ന് പണക്കാരായ ആൾക്കാർ ലോകവ്യാപകമായി നടത്തി ഉണ്ടാക്കുന്ന കഥകളുണ്ടാക്കി ഇപ്പോൾ ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ നോക്കിയാൽ 1000 കഥയുണ്ട്. ഇതെല്ലാം പണക്കാരുടെ കഥകളാണ്. ഡ്രാമ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറയുകയാണെങ്കിൽ മുഴുവൻ എനിക്ക് ഭയങ്കര ഒരു പണക്കാരൻ, ആ പണക്കാരനെ ആളുകൾക്ക് അറിയുന്നില്ല. ചോട്ടാ പണക്കാരെല്ലാവരും കൂടെ അയാൾ അപമാനിക്കുന്നു. അതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി എല്ലാവരും നിൽക്കുന്നു. ഈ പണ്ട് ഈ വടക്കേ ഇന്ത്യയിലുള്ള ഒരു കഥയല്ലയോ, കുട്ടിക്കാലത്ത് സഹോദരങ്ങൾ പിരിഞ്ഞു പോയിട്ട് പിന്നെ പരസ്പരം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഇതുപോലുള്ള കഥകൾ എന്ന് പറഞ്ഞാൽ ലോകവ്യാപകം ഇത് മെനക്കെട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് മുഴുവൻ. ഇപ്പം നമ്മൾ ആ ഡ്രാമകളും സാധനങ്ങളും നമ്മൾ ആ സീരിയൽസ് മുഴുവൻ നമ്മൾ കണ്ടാൽ ഈ പണക്കാരുടെ ലോകത്ത് അവിടെ പോലീസുകാരൊന്നുമില്ല, നേരിട്ടങ്ങ് അടിയാ. പക്ഷെ സാർ, ഞാനിപ്പോൾ ഈ ചൈനയെ പറ്റി പറയുന്ന കാര്യങ്ങൾ സെൻകുമാറൊക്കെ വാർത്താ ചർച്ചയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് സെൻകുമാറൊക്കെ പറയുന്നത്. അതാണ് അതിൻ്റെ കൃത്യ സാധനം.
ഇവന്മാരെല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇത്രയധികം ഇന്ത്യ പോലെ തന്നെ സാംസ്കാരികമായി വളരെ വർഷങ്ങളായിട്ടുണ്ടായി വികസിച്ച ഒരു സമൂഹമാണത്. അവർ ചൈനക്കാരാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു തെറ്റെന്ന് പറയാനുള്ള സാധനം. അതുകൊണ്ടാണ് അവർ മറ്റൊരു ഏതെങ്കിലും ലോകത്തിനെ ആക്രമിച്ചതായിട്ടൊരു കഥയില്ല. അവരതിന് പകരം അവർ ചെയ്തതെന്താ? അവരൊരു വലിയ ചൈനീസ് വൻമതിലുണ്ടാക്കി അതിനകത്ത് ജീവിക്കുക അവർ ചെയ്തത്. കേരളത്തിൽ അവർ വന്നിട്ടുള്ളത് വള്ളത്തെ കയറി വന്ന് ഇവിടെ കച്ചവടം ചെയ്തിരുന്നവരാ. ലോകം മുഴുവനും കച്ചവടം ചെയ്തിരുന്നവരാണ് അവർ. ഒരു രാജാവ് പറഞ്ഞ് ഈ പുറത്തുള്ളത് മുഴുവനും എന്താണ് ബാർബേറിയൻസ് ആണ്, ഇനി വള്ളം ഉണ്ടാക്കി അവരെ ആടെ കച്ചവടം ചെയ്യണം. അത് അങ്ങനെയാണ് ചൈനക്കാർ ഇന്ന് നമ്മൾ കാണുന്ന അകത്ത് ഒതുങ്ങിപ്പോയത് അങ്ങനെയാണ്. അല്ലെങ്കിൽ ചീനക്കടയാണ് ചിന്നക്കട കൊല്ലം, ചീനച്ചട്ടി. ഇയാൾ ഇതെല്ലാം ആലോചിക്കണം. നല്ല രസമാണ് ആ ഏരിയ ഒക്കെ. നമ്മുടെ നാട്ടിലെ ഒരു വാക്കില്ലേ, നമ്മൾ മൂത്ത സഹോദരിയെ വിളിക്കുന്നത് എന്താ? വിളിക്കുന്ന വാക്കെന്താ? ചേച്ചി. ചേച്ചി. അതിന് ഒരു പുരുഷൻ്റെ പേര് പറഞ്ഞ് ചേട്ടാ. ചേട്ടനും ചേട്ടത്തിയും വേറെയാണ്, ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയാണ്. അതായത് ചേച്ചിയുടെ പുരുഷൻ എന്ന് പറഞ്ഞ് ഇല്ല, കാര്യമുണ്ട്. അത് ചൈനീസ് വാക്ക. ചേച്ചി എന്ന് അവർ പറയുന്നു. മൂത്ത എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് വള്ളത്തെ കയറി ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നവൻ ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം ചേച്ചി ചേച്ചി എന്ന് വിളിച്ചതാണ് ഈ ചേച്ചിയായി പോയത്. നമ്മളെല്ലാം ചേച്ചി എന്നാ വിളിക്കുന്നത്. അത്ര എന്നുവെച്ചാൽ നിങ്ങളിപ്പോൾ പെങ്ങളെ എന്ന് വിളിക്കത്തില്ലേ? നമ്മളെല്ലാം അങ്ങനത്തെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് പരിചയമില്ലാത്തവരെ നമ്മളെ മൂത്തവർ പോലും ആകണ്ട. അമ്മാവൻ എന്നൊക്കെ ഉള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കത്തില്ല. ഇതുപോലെ അവർ കോമൺ ആയിട്ട് ഉപയോഗിച്ചതാണ് ചേച്ചി. അത്ര ബന്ധം ഉണ്ടായിരുന്നവർ ചൈനയെ പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചീന വില എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഈ ആർക്കിടെക്ചർ മുഴുവൻ എങ്ങനെയാണ് ഇങ്ങനത്തെ ഈ പറയുന്ന പഗോഡ പോലെ ഉണ്ടാക്കുന്ന ആർക്കിടെക്ചർ എവിടെ നിന്ന് വന്നാണ് ഇയാൾ വിചാരിക്കുന്നത്? കഞ്ഞി മലയാളിയുടേതല്ല കഞ്ഞി, ചൈനക്കാരൻ്റെതാണ് കോഞ്ഞി. അതാണ് കഞ്ഞി ആയത്. നമ്മൾ ഇത്രയും ബന്ധമുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇയാളുടെ ചെവിയൊക്കെ അവിടുന്ന് വന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും കണ്ണും മൂക്കും ചെവിയും ഒക്കെ ലോകവ്യാപകമായ മനുഷ്യർ വന്നുണ്ടാക്കി തന്നതാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങനെ നമ്മുടെ ഒരു മൂച്ച്, മലയാളി മൂച്ച് എന്താ ഇല്ലാത്തത്? തമിഴരുടെ മൂച്ച് നമുക്കില്ലാത്തതല്ല. ഒരു സാമ്രാജ്യമില്ല, ഒരേ ഇനം ആൾക്കാരും അല്ല. ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ ആദ്യം ഗ്രീസിൽ നിന്ന് ആൾക്കാർ ഇവിടെ വള്ളത്തെ കയറി വന്നു. ക്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നിട്ടുള്ള വള്ളം. അത് കഴിഞ്ഞിട്ട് റോമാക്കാർ വന്നു, അത് കഴിഞ്ഞിട്ട് ചൈനക്കാർ വന്നു, അതിനുശേഷം അറേബ്യക്കാർ വന്നു, അതിനുശേഷം പോർട്ടുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, ഇംഗ്ലീഷുകാർ വന്നു. ഇത്രയും പേരും കൂടെ ഈ കുരുമുളക് പറിക്കാൻ വന്ന വഴിയാണ് നമ്മളെല്ലാവരും ഇങ്ങനെ. അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള അതേ ജനതയായിരുന്നു ഇവിടെ. നമ്മളങ്ങനെ ഇങ്ങനെ മാറിപ്പോയത്. അതുകൊണ്ട് ഇങ്ങനത്തെ മിങ്കിള് ചെയ്ത് നിൽക്കുന്ന ഒരു സമൂഹത്തിലിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ മിണ്ടാനൊന്നും ഒക്കത്തില്ല. ഇങ്ങനത്തെ രാജ്യസ്നേഹമൊന്നും ഒരു കാര്യമില്ലാത്തതാണ്. ഈ രാജാവിനോട് ബന്ധപ്പെട്ടുണ്ടായ സാധനമാണ് അത്തരത്തിലുള്ള കൂർ. അതൊരു പ്രാകൃത വികാരമാണ്. പട്ടാളങ്ങളല്ല ഉണ്ടാകേണ്ടത്. ഒരു തിരഞ്ഞെടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെടാതെ അവരുമായി വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലുത്. പണ്ടാണെങ്കിൽ ഒരു രാജ്യം വികസിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്ക് ത്രെറ്റായിരുന്നു. എന്നാൽ അതാകേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പം മലേഷ്യക്കാരൻ പാം ഓയിൽ ഉണ്ടാക്കുന്നത് ഇന്ത്യയെ കൊടുക്കാനാണ്. നമ്മൾ കുരുമുളക്, ഇവിടുത്തെ കുരുമുളക് നമ്മൾ എത്ര തിന്നും? പിന്നെ എന്തിനാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്? നമുക്ക് തന്നെയാണോ നമ്മൾ കുരുമുളക് കൃഷി? ഇംഗ്ലീഷുകാർ മുട്ടയുടെ മേളിൽ ഇടുന്ന കാരണം കൊണ്ട് നമ്മളും കൂടെ ഇടുന്നുള്ളതല്ലാതെ നമ്മൾ കുരുമുളക് ഇട്ട് എത്ര കറി വയ്ക്കുന്നുണ്ട്? ഭയങ്കര അഭിമാനമാണല്ലോ കുരുമുളക് നമ്മുടെ. എന്നിട്ട് കുരുമുളക് നമ്മളെന്താ തിന്നാത്തത്? വല്ലപ്പോഴും ഒരു അച്ചാറിടുക കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രം നമ്മുടെ കറികൾ ഉപയോഗിക്കുന്നതല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന മുളക് എവിടെ നിന്ന് വന്നത് അറിയാമോ? സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നതാണ്, മെക്സിക്കോയിൽ നിന്ന് വന്നതാണ് നമ്മുടെ ഈ മുളക്. ഈ ചരടൻ മുളകില്ലേ ചുവന്ന, ഇതൊക്കെ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ളതാണ്. വറ്റൽമുളക് നമ്മൾ ഈ പറയുന്ന ഉണക്കി സൂക്ഷിക്കുന്ന ഈ മുളക് സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അത് പ്രത്യേകിച്ച് മെക്സിക്കോയും ബ്രസീലും ആ ഭാഗത്താണ് ഇത് ഉണ്ടായിരുന്നത്. അതാണ് നമ്മൾ ഇത് നമ്മുടേതാണെന്ന് പറഞ്ഞിട്ട് ഈ തിന്നുകൊണ്ടിരിക്കുന്നത്. കപ്പയും ചക്കയും ബ്രസീലാണ്. ഇതെല്ലാം നമ്മൾ അങ്ങനത്തെ ഓരോ സാധനം എടുത്ത് നോക്കാം. നമുക്ക് ആകെ ഉണ്ടായിരുന്ന ചക്ക ബ്രസീലിൻ്റെ അല്ല. ചക്കയുടെ കാര്യത്തിനകത്ത് നമുക്ക് ഒരു തീരുമാനം
എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാരൻ്റെ തന്നെയാണ്, മാങ്ങായും ചക്കയും. പോർട്ടീസുകാർ ചക്ക എന്നാണ് പറയുന്നത്, പക്ഷെ അത് ഇവിടുന്ന് അങ്ങോട്ട് പഠിച്ചതാണെന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. ഓക്കെ ഓക്കെ. ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനം ചക്ക എന്നുള്ള വാക്ക് തന്നെയാണ് ജാക്ക് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടേതാണ്. പക്ഷെ ഉരുളക്കിഴങ്ങ്, സവാള ഉള്ളി, ഇതെല്ലാം നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കി ഒരെണ്ണമില്ല. കപ്പലണ്ടി നമ്മൾ ദിവസം കുറിച്ചുകൊണ്ടിരുന്നു, കപ്പലണ്ടി എന്ന കപ്പലിൽ കൂടെ വന്നതെന്നുള്ളതാണ് കപ്പലണ്ടി ആയത്. പറങ്ങിയണ്ടിയാണ് നമ്മുടെ ഇവിടെ കൊല്ലത്തെ വ്യവസായം എന്ന് പറഞ്ഞാൽ പറങ്ങിയണ്ടി. ഇതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കണം. ഇത് മുഴുവൻ ലോകവ്യാപകമായ കാര്യങ്ങൾ പരസ്പരം കച്ചവടം ചെയ്താണ് നമ്മൾ ഇന്ന് കാണുന്ന നിലവാരത്തിൽ ഇത്ര മെച്ചപ്പെട്ട മനുഷ്യരായിട്ട് മാറിയത്. ഇത് രാജ്യസ്നേഹം കൊണ്ടല്ല. രാജ്യസ്നേഹം ഉണ്ടായവന്, രാജാവിനോട് കൂറുണ്ടായവന് മറ്റുള്ളവരെ കൊന്നിട്ടേ ഉള്ളൂ. അതിനല്ല നമ്മളിന്ന് വേണ്ടത്. വ്യാപാരവും വ്യവസായവും വിദ്യാഭ്യാസവും വിനോദയാത്രയും മനുഷ്യരെ യോജിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്. ഇന്നൊരു കഷ്ണം കടലാസുമായിട്ട് ഒരു പാസ്പോർട്ടുമായിട്ട് ലോകം മുഴുവൻ നമുക്ക് പോകാൻ പറ്റും. അല്ലാതെ തോക്കും വെടിയുണ്ടയായിട്ട് ഞങ്ങളുടെ ഫ്ലാഗ് കൂത്താനായിട്ടാണോ ഇന്ന് ആൾക്കാർ പോകുന്നത്? പിന്നെ എന്തിനാണ് ഈ വെടിയുണ്ട? നമ്മൾ വെറുതെ പണ്ട് കാലത്ത് തുടങ്ങിയ ഒരു ശീലമാണ് ഈ മറ്റുള്ളവരെ കീഴടക്കാനായിട്ട് യുദ്ധം ചെയ്തു തുടങ്ങിയത്. അത് നിർത്തേണ്ട കാലം എന്നേ കഴിഞ്ഞു. അതുകൊണ്ട് ആ നിലവാരത്തിൽ വയലൻസ് പഠിപ്പിക്കുന്നത്, അവിടെയാണ് ഞാൻ ഈ വയലൻസ് പഠിപ്പിക്കുന്നതിനോട് വിരോധമായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ അതിനകത്ത് യോജിക്കത്തില്ല എന്ന് പറയുന്നത്. നമ്മൾ സഹകരിക്കാനാണ് ഇന്ന് പഠിപ്പിക്കേണ്ടത്. ആഫ്രിക്കയിലുണ്ടായ മനുഷ്യരാണ് നമ്മളെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആഫ്രിക്കക്കാർ എന്താണ് സൂപ്പിട്ട് കുടിക്കാനിരിക്കുന്നവനാണെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചത് വിശ്വസിക്കണം. നമ്മൾ ആന്ത്രപ്പോളജി പഠിച്ചാൽ നമുക്ക് കാണാം. റിച്വലൈസ് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ ദുശാസനെ കൊന്ന് രക്തം കുടിക്കുന്ന അയാൾ മനുഷ്യ തിന്നിയാണെന്ന് പറഞ്ഞാൽ എത്രത്തോളം അസംബന്ധമാണ്. അതുപോലെയാണ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്. പണ്ട് കാലത്ത് ശത്രുക്കളെ കൊന്നിട്ട് അവരുടെ തലയോട്ടി കഴുത്തെ കെട്ടി തൂക്കുന്നത് നമ്മൾ ഈ ഭിത്തിക്കൊക്കെ മ്ലാവിൻ്റെയും മാനിൻ്റെയൊക്കെ വയ്ക്കത്തില്ലേ? അതുപോലെ തന്നെ ഈ ടൈഗറിൻ്റെ മറ്റേ പുലിത്തോല് തോലൊക്കെ വയ്ക്കുന്നത്, ഇതെല്ലാം ഈ വലിയ ക്രെഡിറ്റായിട്ട് കണ്ടോണ്ട് ചെയ്തിരുന്ന സാധനമാണ്. ഇന്ന് നമ്മളാരെങ്കിലും ഇനി കടുവയെ കൊന്നാൽ തന്നെ രഹസ്യമായിട്ട് എല്ലാം കൊല്ലുന്നതല്ലാതെ അത് എടുത്ത് കെട്ടി തൂക്കുക നമ്മളെവിടെങ്കിലും. അപമാനകരമാണത്, തെറ്റാണെന്നറിയുന്നതാണ്. അത് ആനക്കൊമ്പ് മേശ വെച്ച മോഹൻലാലിനും അറിയാം അത് മോശമാണെന്ന്. ആ മോശമായ കാര്യമാണത്. അതിൽ ഇനി ഒരു ക്രെഡിറ്റും ഇല്ല. കൊല്ലുന്നതിൽ ഒരു ക്രെഡിറ്റും ഇല്ലാത്ത കാലത്താണ് നമ്മളുള്ളത്. അല്ലാതെ 15 പേരെ കൊന്നാൽ പരമവീര ചക്രം കൊടുക്കുന്നതല്ല, കൊല്ലരുതെന്ന് പഠിപ്പിച്ചിട്ട് പിന്നെ അവനെ കൊണ്ട് എന്തിനാ വെടിവെപ്പിക്കുന്നത്? നമ്മുടെ വണ്ടി മേടിക്കേണ്ടവരാണ് അവർ, നമ്മുടെ തേങ്ങ മേടിക്കേണ്ടവരാണ്, നമ്മുടെ കുരുമുളക് മേടിക്കേണ്ടവരാണ് ഈ അന്യരെന്ന് പറയുന്നവർ. അല്ലാതെ അവരെ കീഴടക്കാനും തോപ്പിക്കാനുള്ളതല്ല. ഇനി വല്ല അങ്ങനത്തെ പ്രാകൃത വികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒളിമ്പിക്സിൽ ചേരണം, ചെസ്സ് പഠിക്കണം, ഷട്ടിൽ പഠിക്കണം, തോപ്പിച്ചോ. അത്രയാണ് ആകെ ചെയ്യേണ്ടത്. ഈ വികാരം എനിക്ക് അടക്കാൻ പറ്റുന്നില്ല, അവനെ ഒന്ന് തോപ്പിക്കണമെന്ന് വിചാരിച്ചാൽ എത്രയോ സ്പോർട്സ് ലോകത്ത് വികസിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്തങ്ങ് തോപ്പിച്ചാൽ പോരെ? ഇനി വെടിവെച്ച് കൊല്ലണം, ബോംബ് ചെയ്യണോ? ദ്രോഹമല്ലേ അത് ചെയ്യും. പണ്ടാന്നെ നമുക്ക് അറിഞ്ഞുകൂടാ. പണ്ടൊരു വള്ളത്തെ കയറി നമ്മളൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ആ വരുന്നവരെ നമ്മൾ ഉപദ്രവിക്കാനാണോ വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. അവിടെ ഉള്ളവർ നമ്മളെ ഉപദ്രവിക്കാനാണെന്ന് വള്ളത്തിൽ വരുന്നവൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അന്ന് ആയുധം ഉപയോഗിച്ചിരുന്നത്. ഇന്നെന്തിനാണ്? അറിഞ്ഞുകൂടാത്തവരാണ്. പറഞ്ഞ് ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കുന്ന വികാരം മാത്രമേ ഇപ്പോൾ വിരോധങ്ങൾ. ഈ എമ്പുരാൻ്റെ റിലീസിനോടനുബന്ധിച്ച് രാജ്യസഭയിൽ ഒരു ചർച്ച ഉണ്ടായപ്പോൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ആ സിനിമയുടെ അകത്തൊരു മുന്നേ ഉണ്ട്, യേശുദേവനെ ചതിച്ച യൂദാസിനെ പോലെ ഒരു കഥാപാത്രമുണ്ട്, നമുക്ക് കാണാം ആ മുന്നേ ഇവിടെയും എന്ന്. അത് പക്ഷെ പിന്നീട് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും സുരേഷ് ഗോപി ലോക്സഭയിൽ വിക്ഷോഭത്തോട് കൂടിയിട്ട് ഇതിനെതിരെ പ്രതികരിക്കുകയും എമ്പുരാൻ ഒരു കച്ചവടം മാത്രമാണ്, വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഇത് മനഃപൂർവ്വം ബിസിനസ്സിന് വേണ്ടി ഉണ്ടാക്കിയ വിവാദമാണെന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്തു. തുടർന്നും പല ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ആരാഞ്ഞ മാധ്യമങ്ങളോടുൾപ്പെടെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് സംസാരിക്കാൻ സൗകര്യമില്ല എന്നൊക്കെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വികാര വിക്ഷോഭത്തെ ഇപ്പം അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ ചുറ്റുമുള്ള രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുന്ന ഒരു നിരീക്ഷകരൊന്നും മനസ്സിലാക്കുന്നത്. മൈത്രൻ ഈ സംഭവങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അയാളൊരു വിഷയമല്ല എനിക്ക്. അധമനായ ഒരു മനുഷ്യനാണ്. അയാളെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യാൻ തയ്യാറല്ല. എനിക്ക് അധമത്വമുള്ള ഒരാളായിട്ട് അറിയാം. അതുകൊണ്ട് അയാളുടെ ഒരു വരി പോലും ഞാൻ ഡിസ്കസ് ചെയ്തില്ല. കഴിഞ്ഞ്
ഇവിടെ കഴിഞ്ഞ ജന്മം ചാകത്ത് ബ്രാഹ്മണനാകണമെന്നൊക്കെ പറഞ്ഞതിനെ പറ്റി ഞാൻ എങ്ങനെയാണോ ഡിസ്കസ് ചെയ്യുന്നത്? ഇല്ല, അത്രേ പറയും. ഇത് ഞാൻ ആവശ്യത്തിൽ കവിഞ്ഞ് മിണ്ടി കഴിഞ്ഞു, ഇനി മിണ്ടുന്നില്ല. വേറെ വല്ല വിഷയം ചോദിക്കും. ഇപ്പോൾ കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും അജണ്ട ഉൾപ്പെടുന്ന പ്രൊപ്പഗാൻഡ സിനിമകളാണെന്ന് പറയുകയും എമ്പുരാനിൽ കാണിച്ചിട്ടുള്ള ഒരു 20 മിനിറ്റ് ഡെപ്പിക്ഷനെ ഒരു സത്യത്തിൻ്റെ മറ്റൊരു വശം കാണിക്കുകയാണെന്നും അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ സൈഡ് ചേർന്നിട്ട് ഈ ജനറേഷന് കിട്ടിയ ഒരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് പറയുകയും ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ പ്രൊപ്പഗാൻഡ നടക്കുകയാണെങ്കിൽ അവിടെയും പ്രൊപ്പഗാൻഡ നടക്കണ്ടേന്ന് പറയുന്നവരോട് മൈത്രേയൻ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞ പ്രൊപ്പഗൻഡ എന്ന് പറയുന്ന സാധനം എന്താണ്? മറ്റുള്ളവരുടെ മനസ്സിനെ കീഴടക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത് കാശ്മീർ ഫയൽസും ഉണ്ടാക്കിയാലും കേരള സ്റ്റോറി ഉണ്ടാക്കി വിട്ടതിനെ എതിർക്കേണ്ടതുണ്ട്. അത്രയാണ് നാണ്ട് ചെസ് കളിക്കുന്ന പോലെ. അത് തോക്ക് വെച്ച് വെടിവെക്കേണ്ട കാര്യമില്ലല്ലോ. പുസ്തകങ്ങൾ എഴുതേണ്ടതുണ്ട്, സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്, നാടകങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് സംസ്കാരപരമായിട്ട് എതിർക്കുന്നത്. ചെയ്യേണ്ടതാണ്. ഞാനിരുന്ന് സംസാരിക്കുന്നതിന് അവർ പറയുന്നതിന് എതിരെ പറയുകയാണ് ചെയ്യുന്നത്. അതാണ് ആധുനിക ജനാധിപത്യ മര്യാദയുള്ള മനുഷ്യർ അവർ വയ്ക്കുന്ന ആർഗ്യുമെൻറ്റ്സിനും പകരം പറയുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിന് പകരം തോക്കുമായിട്ട് പോയിട്ട് വെടിവെക്കുന്നതല്ല. അത്രയേ ഉള്ളൂ. അത് നമ്മൾ ചെയ്യേണ്ടതാണ്, മറുപടി പറയേണ്ടതുണ്ട്. കോടതിയിലെ വക്കീലന്മാർ വാദിക്കത്തില്ലേ? അതാണ് അതിൻ്റെ സ്ഥലം. അത് ചെയ്യേണ്ടതാണ്. അല്ലാതെ അവർ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാകുന്നതിനല്ലല്ലോ നമ്മൾ പറയുന്നത്. കേസ് കൊണ്ടുപോയി കൊടുക്കാനല്ലേ പറയുന്നത്. അതാണ് ജനാധിപത്യ മര്യാദ. അഭിപ്രായ വ്യത്യാസമുണ്ട്, താല്പര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഈ റോഡിൽ എന്താണ് അതിൽ നിൽക്കുന്ന മരം എൻ്റേതാണെന്ന് പറയുന്നതിനകത്ത് തച്ചോളിയോ തന്നെയും ആരംഭ ചെയ്തവരും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി ഗുണ്ടാസംഘം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാകുന്നതിനല്ല. കോടതിയിൽ കേസ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അവർ വന്ന് അളന്ന് നോക്കിയിട്ട് ഇത് എവിടെയാണെന്ന് തീരുമാനിക്കും. ആരെയും കൊല്ലേണ്ട കാര്യമില്ല. അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് സിനിമ എടുത്താൽ സിനിമയ്ക്ക് പകരം സിനിമ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ തിയേറ്റർ കത്തിക്കുകയും വെടിവെക്കുകയും അവരെ വഴിയിലിട്ട് തല്ലുകയും ചെയ്യുന്നതല്ല. കാശ്മീർ ഫയൽസ് എടുക്കാം. ഇപ്പോൾ കാശ്മീരി പണ്ഡിറ്റുകൾ കൂട്ടക്കൊല ചെയ്യപ്പെടുകയും അവിടെ വലിയ മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെടുത്ത് സിനിമ ചെയ്യുന്നത് എങ്ങനെയാണ് പ്രൊപ്പഗാൻഡ സിനിമയാവുക? അവിടുത്തെ പണ്ഡിറ്റുകളായിരുന്ന ആൾക്കാർ എന്താ ചെയ്തിരുന്നതെന്ന് ആരും ചോദിക്കത്തില്ല. ഒരു സൈഡ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ മലബാർ കലാപം നടക്കുന്ന അവിടെ കർഷക സമരമായിരുന്നു എന്നുള്ള ഒരു വശവും നമ്മളതിനകത്ത് കാണേണ്ടതുണ്ട്. അല്ലാതെ അത് ജാതി സമരം മാത്രമല്ല. അങ്ങനെയാണ് ആ കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുന്നത്. ഇപ്പം ഫ്രഞ്ച് റവല്യൂഷനകത്ത് ഇഷ്ടം പേരെ ഗില്ലറ്റിൻ ചെയ്തിട്ടില്ലേ? പക്ഷെ ഗില്ലറ്റിൻ ചെയ്യുന്നിടത്ത് എത്തുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം പറയണ്ടേ? സാധാരണ ആൾക്കാർ എങ്ങനെയാണ് അവിടുത്തെ പ്രഭുക്കന്മാരെ കൊല്ലാൻ തീരുമാനിച്ചത്? ഇഫ് ദേ ഡോണ്ട് ഹാവ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വിദ്വാന്മാരാണത്. അപ്പോൾ അവരെ കൊന്നുപോകുന്നിടത്ത് മനുഷ്യർ എത്തിച്ചേരാതിരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ വശവും പറയേണ്ടി വരുന്നത്. പക്ഷേ ഒരു വശത്തിനകത്ത് മാത്രം പറയപ്പെടുന്ന കഥയ്ക്കകത്താണ് നമ്മൾ ഈ ആഫ്രിക്കയിലുള്ള ആൾക്കാർ നമ്മളെ സൂപ്പിട്ട് കുടിക്കുന്നവരാണെന്ന് പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം അങ്ങനെയല്ല അത് പറയേണ്ടത്. അപ്പോൾ അത് പറയേണ്ടത് ആശയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന നിലവാരത്തിലും അത് വിശദമാക്കാനുള്ള അവകാശം മനുഷ്യർക്കുണ്ട്. അതുകൊണ്ടാണ് അത് നിരോധിച്ചുകൂടാത്തത്. ഇപ്പോൾ കാശ്മീർ ഫയൽസ് നമ്മൾ നിരോധിക്കുന്നില്ലല്ലോ. പക്ഷെ നമുക്ക് ആഹ്വാനം കൊടുക്കാൻ കാണരുതെന്ന് പറയാം. നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്, അത് കേൾക്കരുതെന്ന് പറയാം. അത് പറയാനുള്ളത്. അല്ല തിയേറ്റർ കത്തിച്ചുകൂടും, സിനിമ എടുക്കരുതെന്ന് പറഞ്ഞുകൂടും. സെൽഫ് സെൻസറിങ് ആകാം. അല്ലാതെ ഞാൻ ഈ ഗവൺമെൻറ് വയ്ക്കുന്ന സെൻസർഷിപ്പിനോട് യോജിക്കത്തില്ല. ഞാൻ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ ആക്രമിക്കാൻ പറയുന്ന വരികൾ പറയരുതെന്ന് പറയേണ്ട ഒരു സ്ഥലമുണ്ട്. പക്ഷെ എതിർക്കേണ്ടതുണ്ട്. നമ്മുടെ മണ്ടയിൽ ഒരാൾ ഇരിക്കാൻ പോകുന്ന സമയത്ത് ഞാനിവിടെ ഇരിക്കുന്നു എന്ന് പറയണ്ടേ? അത് പറയേണ്ടതുണ്ട്. റെസിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, കുതറേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ടുപേരും കൊണ്ട് റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ നല്ല ഒരു പുൽമേട് കാണും. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ഇരുന്ന് കുളിര് നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാമെന്ന്. ഇരിക്കാൻ പോകുമ്പോൾ ഇയാൾ പറയും തൊട്ടാവാടി എന്ന് പറയത്തില്ല. എന്നാൽ ഞാൻ എൻ്റെ മണ്ടയിലിരിക്കുന്നത് അത്രയും ചെയ്യേണ്ടതുണ്ട്. തൊട്ടാവാടി വരെ ഒന്ന് നമ്മളെ ഓടിച്ചിട്ട് കുത്തിയോ? അതിൻ്റെ മണ്ടയിലിരുന്നാൽ മുള്ളു കൊള്ളും എന്ന് പറയുന്ന അത്തരം റെസിസ്റ്റൻസ് നമുക്ക് ചെയ്യാൻ അവകാശമുണ്ട്. അത് മണ്ടയിലിരിക്കാൻ പോകുമ്പോൾ ഇപ്പം നമ്മൾ കൂരി കുത്തുന്നു എന്ന് പറയത്തില്ലേ? കൂരിയെ എപ്പോഴാണ് കുത്തുന്നത്?
ഇയാളെ നമ്മൾ രണ്ടുപേരും കൂടെ റോഡിൽ കൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അത് ഓടി വന്ന് കുത്തുന്നുണ്ടോ? ഇല്ല. അതിനെ പിടിക്കാൻ നോക്കുമ്പോഴാണ് അത്രയും ചെയ്യുന്നത്. അതുപോലെയാണ് ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കുതിറും. അവർക്ക് ആവശ്യമുള്ള എന്നിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ ശ്രമിച്ചാൽ കുതിറും. അത്തരം റെസിസ്റ്റൻസ് നമ്മൾക്ക് ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ പഞ്ചപുച്ഛം അടക്കിയിരിക്കുന്നതല്ല. തൊട്ടാവാടിയുടെ പ്രതിഷേധം വേണം. ഇല നമ്മളാണെങ്കിൽ 2 പേര് പ്രണയക്കാർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന മുഴുവൻ ചെടിയുടെ ഇല പറിക്കും, ഇല്ലേ? കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അവിടുത്തെ അത് ഇങ്ങനെ ഞുള്ളിക്കൊണ്ടിരിക്കും. ചെറുതണമാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ പറിക്കുമോ? ഇല്ല. അത്രേ ഉള്ളൂ. അത്രയും ചെയ്യേണ്ടതുണ്ട്. ഇതുപോലുള്ള റെസിസ്റ്റൻസിൻ്റെ സ്ഥലവും ഓടിച്ചിട്ട് കുത്തുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസം. അത്രയും നമ്മൾ അറിയണം. നമ്മൾ റെസിസ്റ്റ് ചെയ്യേണ്ട ലോകങ്ങൾ, അവിടെയാണ് ഈ പ്രചാരണത്തിൻ്റെ സ്ഥലങ്ങൾ വരുന്നത്. നമ്മുടെ വശം പറയാനുള്ളതുണ്ട്. വിചാരണ നടത്തുന്നതെന്നാണ് കോടതിയിൽ. രണ്ടുപേരും കക്ഷികളായിട്ട് വരുന്നില്ലേ? തെറ്റുകാരാണെന്ന് ആദ്യമേ അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് വിചാരണ? അപ്പോഴാണ് എൻ്റെ ഈ ഏരിയകൾ മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. അതുകൊണ്ട് കശ്മീർ ഫയൽസ് ഉണ്ടാക്കുന്ന സമയത്ത് വെറുതെ കുറച്ച് പേരെ അങ്ങ് ആൾക്കാർ കൊല്ലുമൊന്നുമില്ല. ലോകവ്യാപകമായി ജൂതന്മാരോട് ആൾക്കാർക്ക് വെറുപ്പുണ്ടായപ്പോഴാണ് പലിശയ്ക്ക് കൂട്ടുപലിശയും ചെയ്ത് സകലരുടെയും കാശ് മേടിക്കുന്ന ഒരു കൂട്ടരായിട്ട് അവർ മാറിപ്പോയപ്പോഴാണ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് വിരോധം തോന്നിപ്പോയിട്ടുള്ളൂ. ഇപ്പം ഷൈലോക്കിനെ പറ്റി കഥയുണ്ടായോ എങ്ങനെ? കാരണം കണക്ക് എത്ര പൈസ കൊടുത്താലും മുതൽ അടയത്തില്ല. ഇതൊരു പ്രശ്നമായിട്ട് ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. സകല ബാങ്ക് നടത്തുന്നത് ജൂതന്മാരായി. ഇപ്പോൾ യൂറോപ്പ് മുഴുവനുണ്ട്. ഇതിനെ വേൾഡ് ബാങ്കിൻ്റെ മുഴുവൻ പണവും ജൂതന്മാരുടെ. അപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഈ കണക്കറിഞ്ഞൂടാത്തവരുടെ അടുത്ത് എത്ര കൂട്ടുപലിശ എന്ന് പറയുന്ന സംഭവം വന്നവിടെ പണി കഴിഞ്ഞു ഈ ആൾക്കാർ. ഇങ്ങനത്തെ വെറുപ്പുകളുണ്ട്. ഈ ഏരിയകൾ നമ്മൾ പറയാതെ ഒരു ദിവസം ആൾക്കാരോട് വിരോധം ഉണ്ടാകുകയല്ല ആൾക്കാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഏരിയകൾ പറയപ്പെടേണ്ടി വരും. ഈ പണ്ഡിറ്റുകളോടൊപ്പം വിരോധം ഉണ്ടാവാൻ ആളുകൾക്ക് വിരോധം ഉണ്ടായി. ആ വിരോധം ഉണ്ടാകുന്ന അവർ പണ്ഡിറ്റുകളായിട്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. മറ്റുള്ളവരെ ഭരിക്കുന്നവർ തന്നെയാണ് അവർ. നമുക്ക് ഇവിടെ ആൾക്കാർ ബ്രാഹ്മണ വിരോധം, അവർ ബ്രാഹ്മണന്മാരെ ആരെ നേരിട്ട് വല്ലവരും വെട്ടിക്കൊന്നോ? നല്ല സൂത്രശാലികളായ ആൾക്കാരാണ്. ഒരായുധം എടുക്കാതെ എല്ലാവരെയും ഭരിക്കാൻ അറിയുന്നവരവർ. മനുഷ്യരുടെ മനസ്സ് കവരാൻ അറിയുന്ന തരത്തിലുള്ള ടെക്നിക്കുകൾ അവർക്ക് ഉപയോഗിക്കാൻ അറിയുന്നവർ തന്നെയാണ്. സകല ബാങ്കിനകത്ത് സകല ജഡ്ജിമാരും ബ്രാഹ്മണരായ എങ്ങനെയാണ്? ഇത് വെറുതെ നോക്കിയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ അത് തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് അവർ വയലൻ്റ് അല്ലെന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി മറ്റുള്ളവരുടെ മേളിൽ ആധിപത്യം ഉണ്ടാക്കാൻ അറിയുന്നവർ തന്നെയാണ് അവർ. അങ്ങനത്തെ ഒരു സ്ഥലം ഇതിനകത്തെല്ലാം നിർത്തും. ആ ഏരിയകൾ പറയപ്പെടേണ്ടി വരും. നേരത്തെ പറഞ്ഞല്ലേ, 100 രൂപ കടം ചോദിച്ച് മേടിച്ചു, 5 രൂപ പലിശയ്ക്ക് തരാമെന്ന് പറയുന്നത് സമ്മതിച്ചു. അതും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്കറിഞ്ഞുകൂടാത്ത കുറേ കണക്ക് പറഞ്ഞിട്ട് 5 പകരം 10 രൂപ കൊടുക്കാൻ ബാധ്യത വരുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാകും. ഇത് കുറേ നാളാകുമ്പോഴത്തേനും വിഷമിക്കും നമ്മൾ. ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ വിരോധം ഉണ്ടാകും. അങ്ങനത്തെ വിരോധം ബിൽഡ് ചെയ്തുണ്ടാക്കുന്ന ഒരു ലോകമാണ് അത്. ഞാൻ പറഞ്ഞാൽ ഈ ആധിപത്യത്തോടെ പെരുമാറുന്നവർ മുഴുവനും ആയുധം എടുത്തവരല്ലേ. തന്ത്രശാലികളായവർ ആയുധം എടുത്തവരെ ഉപയോഗിച്ച് അതും ചെയ്യുന്നവരായി. ഇവരുടെ എല്ലാ ഉപദേശകന്മാരെല്ലാവരും ആരായിരുന്നു നോക്കിയാൽ മതി. ഈ വെട്ടിക്കൊല്ലുന്നവൻ്റെ ഉപദേശകന്മാർ മുഴുവൻ ഈ ആൾക്കാരാണ്, ഈ തന്ത്രശാലികളാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന വിരോധങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇതുപോലെ പറയാൻ ബാധ്യത വരും. നേരത്തെ പറഞ്ഞില്ലേ, സിനിമയെ ഞാൻ എടുത്തിട്ടുള്ളൂ, ഞാൻ നോവലേ എഴുതിയിട്ടുള്ളൂ, ഞാൻ ആരെയും ഉപദ്രവിക്കാൻ നടന്നിട്ടില്ലെന്ന് പറയുമ്പം അതിനകത്തൂടെ വെറുപ്പ് പഠിപ്പിക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോഴാണ് നമ്മൾ എതിർക്കുന്നത്.